ഗൈസ്, അപ്പൊ നമ്മള് അപ്പൂസിന് കൊടുക്കാൻ പോകുന്ന അവൻ പോണതിന് മുന്നുള്ള സർപ്രൈസ് ആണിത്. അവന് ഒരു ഐഡിയയിലാണ് നിൽക്കണേ. അപ്പോൾ നമ്മള് ആ സർപ്രൈസ് ദാ ഇവിടെ ഓപ്പൺ ആക്കി പറയാൻ പോവാണ്. ഫാമിലി താടി കൂട്ടും. അപ്പോൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തൊട്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോയമ്പത്തൂർക്ക് പോവും. സോ അതിനു മുമ്പ് അപ്പയും പൊന്നും ഒരു കിടുക്കൻ സർപ്രൈസ് തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ നിൽക്കണേ. അങ്ങോട്ട് പോകാനാണ്. അതേ വന്നു വനമാല വന്നല്ലോ വനമാല. അപ്പൊ നമ്മള് എന്തോ 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 സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ കിട്ടില്ല സർപ്രൈസ് ആണ്. അതെന്താന്ന് എനിക്കറിയില്ല. എന്താ എനിക്കറിയില്ല. കിട്ടുന്ന സർപ്രൈസ് പറഞ്ഞിട്ടുണ്ട്. 2-3 വട്ടം ചോദിച്ചു, വളച്ചും തിരിച്ചും ചോദിച്ചു, എന്നിട്ടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് എന്തായാലും അവനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പൊ അവനോട് വിച്ചു കുറച്ച് നേരത്തെ വന്നിട്ട് പറഞ്ഞു ഇപ്പഴാണ് അതിന്റെ സമയം, അപ്പൊ പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു. സമയം കാലൊക്കെ ഉണ്ടോ? പെട്ടെന്ന് ഞങ്ങള് ഇരിക്കായിരുന്നു, വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വ്ളോഗൊക്കെ ഇരിക്കായിരുന്നു. അപ്പൊ ഡ്രസ്സ് മാറാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേഗം ഓടി പോയിട്ട് ആദ്യം ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടു. പിന്നെ പൊന്നു പറഞ്ഞു വൈറ്റും ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് ഒക്കെ ഇട്ട് ആ സർപ്രൈസ് എന്താണെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൂസ് അതിനേക്കാൾ ത്രില്ലിലാണ്. നിങ്ങൾക്ക് അറിയില്ല അപ്പൂസിന്റെ കിളി പോണ വീഡിയോ. പിന്നെ ഒരു കാര്യം, പിന്നെ അപ്പൂസിന് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് ഇതില് കമന്റ്. രാവിലെ ആയതുകൊണ്ട് അന്നത്തെ പോലെ പേടിപ്പിക്കാനല്ല എന്തെങ്കിലും ഉറപ്പുണ്ട്. അപ്പൊ ഇതെന്തായാലും അവനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടാവും. അപ്പൊ ഇത് കാണും. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങള് അപ്പൂസിനുള്ള സർപ്രൈസിന് വേണ്ടിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഒരു ക്ഷണിക്കാത്ത അതിഥി വന്നിട്ടുണ്ട്. അതെ, ആരാന്നറിയില്ല നിങ്ങൾക്ക്. എന്റെ മരണം ഉറപ്പാക്കാൻ കൂടെ നിന്ന കൊണ്ടുപോയി ബ്രെയിനൊക്കെ വർക്ക് ചെയ്യിച്ച് വിച്ചുവിന്റെ ഒപ്പം ഭയങ്കര നമ്മളുടെ സ്വന്തം അനീഷ് ബായ്. ഹായ് പറഞ്ഞ ഇപ്പൊ എന്നോട് പറയാ നമുക്ക് ബോണക്കാട്ടിക്ക് പോയാലോ. ബോണക്കാട് പോണം. ഞാൻ പറഞ്ഞു തന്നെ പൊക്കോളാൻ പറഞ്ഞു. ബോണക്കാട് പോണം. ബോണക്കാടല്ലേ? ബോണക്കാട് പോടാ നമുക്ക്. പേടിയാണെങ്കിൽ അത് മാറ്റണമെങ്കിൽ പേടിയിലോട്ട് ഇറങ്ങിച്ചോ, എന്നിട്ട് മാറ്റിയെടുക്കണം. അതെ, ആരെ ഈ പറയണേ? അതെ, അനീഷ് ഭായിയുടെ ഭാര്യയുടെ കാര്യത്തിലേക്ക് ഞാൻ ഇഷ്ടവും. ഈ വക കാര്യം നീ എന്താണ് പഠിച്ചതുകൊണ്ട് വെള്ളത്തിലേക്കൊക്കെ തട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് പറയപ്പോ നമുക്ക് അങ്ങനെ ഒരു പ്രാങ്ക് അറേഞ്ച് ചെയ്താലോ? അയ്യോ, ഭാര്യനെയാ മറ്റുള്ള ആൾക്കാരെ പ്രാങ്കാനായിട്ട് പൊന്നിന് ഭയങ്കര ഇഷ്ടാ. അതിന് ഞാൻ കൂട്ടിക്കാം. എനിക്ക് ആരൊക്കെ പ്രാങ്കാൻ ഇഷ്ടാ. എനിക്ക് പേടിയാ. എനിക്ക് ഭയങ്കര സീനാ. ഓ സമ്മയിനോടാ നിങ്ങളുടെ. അപ്പൊ അപ്പൂസിന്റെ ഇതിപ്പോ എന്റെ കയ്യിലുണ്ടല്ലോ, എന്റെ കയ്യിലുണ്ടല്ലോ അപ്പൂന്റെ മൈക്കേ. അപ്പൊ അപ്പൂന്റെ സർപ്രൈസിന് വേണ്ടിയിട്ടുള്ള അതാണ്. എനിക്ക് അനീഷങ്ങളുള്ള തോന്നണേ. എവിടെയോ ട്രിപ്പ് പോവാണ് എല്ലാരും കൂടി, അതായിരിക്കും ആ സ്ഥലമാണ് സർപ്രൈസ് എന്ന് വെച്ചിട്ടാണ് അപ്പൂസ് ഇരിക്കുന്നത്. പക്ഷെ അതിനുള്ള ബാഗ് ഒന്നും എടുക്കാത്ത കാരണം എന്തായാലും ഫുഡ് സ്പോട്ടാണ്. പണ്ടേ അപ്പൊ ഏതൊരു ഫുഡ് സ്പോട്ടിലേക്കാന്നാ പറഞ്ഞേ. അവൻ വിചാരിച്ചിരിക്കുന്നതേ ബാഗ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഏതോ ഒരു കിടിലം ഫുഡ് അവന് ഇഷ്ടം.
അതെ നിനക്ക് എവിടെ പോകണം എനിക്ക് ഇന്ന് വെള്ളിയാഴ്ച അപ്പൊ പിന്നെ പറ്റില്ല. ശനിയാഴ്ച ആണെങ്കിൽ പിസ്സ ഹട്ട്. അല്ല വെള്ളിയാഴ്ച ആണെങ്കിൽ പിസ്സ ഹട്ടിൽ ഓഫർ ഉണ്ട്, അൺലിമിറ്റഡ് പിസ്സകളത്. അത് ഞാൻ അപ്പോഴും പറയണ്ടായിരുന്നു. എന്തായാലും നീ ഈ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും. ഇനിയുണ്ട് ഒരു 10-18 കിലോമീറ്റർ അല്ലേ ഈ സർപ്രൈസ്. അതെ, ഈ സർപ്രൈസിന് വേണ്ടിട്ട് ഞങ്ങൾ പോയി വിട്ടിരിക്കുകയാണ്. എങ്ങോട്ടോ എന്നെ തട്ടിക്കൊണ്ട് പോവാണ് ഗൈസ്. പെണ്ണ് കാണിക്കാൻ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നാ അന്നാ കുഴപ്പമില്ലാന്ന് അപ്പൊ വിഷയമില്ല, വെറുതെ ചായയും കുടിച്ച് മിച്ചറും കഴിച്ച് വരാം. താലിക്കെട്ടില് ഞാൻ ഫ്രീ ആണ്. അതേപോലെ പോണേന് മുന്നേ ഞങ്ങൾ അതാണ്ട് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ കൂടെ കൊറേ പ്രപ്പോസൽ അവന് വരുന്നായിരുന്നു. അങ്ങനെ ഞങ്ങള് നൈസായിട്ട് പോയി നേരിട്ട് കണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടില് പോയി ഞങ്ങള് സംസാരിച്ച് ഞങ്ങളിപ്പോ അവനെയും കൊണ്ട് പോവാണ്. അവരവിടെ വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെ കേക്കണേ? അപ്പൊ സത്യം അതാണ് സർപ്രൈസ്. കാറും പിന്നെന്താ അപ്പന് പറയണ്ട. അപ്പൊ പെണ്ണേട്ട കാര്യം പറഞ്ഞപ്പോ വേണ്ടായിരുന്നു എന്നൊക്കെ വേണ്ടായിരുന്നു. മോനെ നീ നിന്റെ ചേട്ടത്തിയമ്മനെ കാണാൻ പോവാണോ? പൊക്കോ പൊക്കോ. എന്നിട്ട് അതിനും പിടിച്ചിങ്ങോട്ട് കൊണ്ടിട്ട് അതിന് നിന്നെ ഞാൻ കൊടുക്കണം അല്ലേ? ഇന്നലെ ഞങ്ങൾ ഇങ്ങനത്തെ പെണ്ണുകളുടെ കേസ് പറഞ്ഞപ്പോഴേ അപ്പൊ അപ്പനോട് പറഞ്ഞേ നിനക്ക് കിട്ടണം നോക്കോ, കിട്ടണ ഇത് പെണ്ണുങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അത് മേടിക്കണം ഇത് മേടിക്കണം ബർഗർ മേടിക്കണം അങ്ങനെ മേടിക്കണം പറയാ. പെണ്ണ് കെട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് രണ്ടും എനിക്ക് തിന്നല്ലോ. അപ്പൊ പെണ്ണ് കെട്ടാണ്ടിരുന്നെങ്കിൽ അതിന് നീറ്റ് കൊടുക്കണം ഞാൻ ഫുഡ് ഉണ്ട് നമ്മള് കഴിക്കാത്തത്, എനിക്കതൊക്കെ തിന്നണം. അതെ, അതിന് വേണ്ടിട്ട് അപ്പൊ എന്തുകൊണ്ട് സാക്രിഫൈസ് ചെയ്യും? നീ പറയണത് ഭാവിയിൽ കെട്ടാൻ പോണ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം അവള് വാങ്ങിച്ചു തരണം. അതെ, നമ്മൾ പണിക്ക് പോവില്ല. അത് ശരിയാ, വുമൺ എംപവർമെന്റ്. സ്ത്രീ തുല്യത വേണമെന്നാണല്ലോ പറയുന്നത്. ആ ഭാര്യമാര് ഭർത്താക്കന്മാര് മാത്രം മേടിച്ചു കൊടുത്താൽ പോരല്ലോ. അതെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂന്റെ കണ്ണ് ഞാൻ കിട്ടും. നിനക്ക് നീ കണ്ണടച്ചോ? പിന്നെ റോട്ടിലിറക്കിട്ട് പോവാനോ? അത് പല സാധനം ഉണ്ടാവും, പല പരീക്ഷണങ്ങളും ഉണ്ടാവും കൂടെ. എന്റെ കയ്യിന്ന് അപ്പ കൈ വിട്ട് 10 വരെ എണ്ണിട്ട് അപ്പൊ പിടിച്ചില്ലെങ്കിൽ കണ്ണു ഊരുട്ടാ. അങ്ങനൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ ഇട്ടിട്ട് പോയാലോ? അതൊന്നുമില്ല. കാരണം പിന്നെ ഞങ്ങൾ ഇട്ടിട്ട് പോകുന്നില്ല. അങ്ങനല്ല, അടുത്ത മാസം കോയമ്പത്തൂർ പോകത്തില്ലേ? അതെ, അവിടെ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെ ജീവിക്കണമെന്ന് നിനക്ക് ട്രെയിനിങ് വേണ്ടേ? പലതും അല്ല നിനക്ക് ട്രെയിൻ എനിക്ക് എന്തിട്ട് റൈറ്റ് അവിടെന്ന് ആ ലോറിയുടെ അവിടെന്ന് ആ ടെമ്പോ പോണ ലോറിയുടെ അവിടെന്ന് റൈറ്റ്. കണ്ണ് കെട്ടാൻ പോവാണ്. ഞാൻ അവസാനമായിട്ട് നിക്കണ സ്ഥലം തൈക്കാടാണ് ഗൈസ്. തൈക്കാട്. അപ്പൊ എന്നിട്ടാ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ സർപ്രൈസ് കാണുന്ന മൊമെന്റിൽ അത് കണ്ടാ മതി വെച്ചിട്ടാണ് ഞങ്ങള് അത് കണ്ണ് മൂടണത്. കേറി ചെല്ലുമ്പോഴേ കണ്ണടച്ചില്ലേ നീ? കണ്ണടച്ചേ? കണ്ണടച്ചു പിടിച്ചേ? ഉറപ്പിക്കാലോ? എന്താ കാര്യം ഉറപ്പിക്കാലോ? മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഉറപ്പിക്കാലോ? മണിക്കുട്ടി കമ്പ്യൂട്ടറിനോട് പറയാം. അയ്യോ ശ്വാസം പിടിച്ചു. അപ്പൊ അപ്പൂന്റെ കണ്ണ് ഞാൻ കെട്ടിണ്ട് ഗൈസ്. അപ്പൊ ഇനി കണ്ണ് കെട്ടിട്ടുണ്ട് ഗാന്ധാരൻ. ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നടക്കതോ കളി തലയുടെ ബാക്ക് മാത്രമല്ലോ. നമുക്ക് ആ വളവിന്റെ അതെ അതെ പുറത്തിടുക്കാൻ തോന്നണ മനുഷ്യൻ ടെൻഷൻ. എനിക്ക് ഇപ്പോഴും തലവേദന ഗാന്ധാരി. അപ്പൊ അപ്പൂന്റെ സർപ്രൈസിനായിട്ട് സമയം അടുത്തു തുടങ്ങി. അപ്പൊ ഇവിടെ നോക്ക് എന്താ പറയാളെ?
എനിക്കൊന്നും കാണാനില്ല എന്താന്ന് അറിയില്ല. അതാ ഞാൻ പറഞ്ഞ പുറത്തുനിന്ന് നോക്കുമ്പോ എന്നെ ഇങ്ങനെയല്ല കാണാ. അപ്പന്റെ വായും ടൈപ്പ് ചെയ്യണം അപ്പഴാ മനസ്സിലാവാ. അതിപ്പോ വായ തുറന്നിരിക്കണം. അയ്യോ വണ്ടി. ഒരു മിനിറ്റ് എനിക്കൊന്നും നടക്ക് കമാൻ. സ്റ്റെപ്പ് പിടിക്കാൻ സാധനം വേണ്ട ഒന്നുമില്ല. സ്റ്റെപ്പ് കഴിഞ്ഞു. ഷോപ്പിംഗ് മാൾ ഇവിടെ നിൽക്ക്. അതാ കുമ്പള കൂടെ പിടിക്കും. അപ്പാ അങ്ങനെ പിടിച്ചു. വീഡിയോ ഒന്നും എടുക്കാല്ലേ? അപ്പാ ഞങ്ങൾ എവിടെ നിൽക്കണ്ടേ? ഞങ്ങൾ ഇപ്പഴത്തെ എവിടെ? ഞാനിവിടെ ഉണ്ടോ? അപ്പല്ലേ? ഞാൻ ഗൈസ്, അപ്പൊ നമ്മള് അപ്പൂസിന് കൊടുക്കാൻ പോകുന്ന അവൻ പോണതിന് മുന്നുള്ള സർപ്രൈസ് ആണിത്. അവന് ഒരു ഐഡിയയിലാണ് നിൽക്കണേ. അപ്പോൾ നമ്മൾ ആ സർപ്രൈസ് ദാ ഇവിടെ ഓപ്പൺ ആക്കി പറയാൻ പോവാണ്. നിങ്ങളും കണ്ടുള്ള സർപ്രൈസ് എന്താണെന്ന്. അപ്പോൾ അവൻ്റെ ഒരു റിയാക്ഷൻ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അപ്പോൾ അത് കാണുമ്പോഴുള്ള അവൻ്റെ സന്തോഷം കാര്യങ്ങളും അപ്പോൾ നമുക്ക് നോക്കിയാലോ അല്ലേ ബ്രോ? പറ്റല്ലേ? ഓക്കെ അല്ലേ? അപ്പോ വലിച്ചോ? വലിക്കാനാ? വലിച്ചോ. എന്താ വലിക്ക് ഓർക്കാൻ. എന്തിനൊക്കെ അറിയുന്ന ഇഷ്ടായ ശരിക്കും ഫ്രാങ്കല്ല, ശരിക്കും എങ്ങനെയുണ്ട് സർപ്രൈസ്? അപ്പ ദൈവമേ. അയ്യോ എടുക്ക്. ഈശോ സീരിയസ്ലി പറന്ന്. ഇത് വല്ല പ്രാങ്കാണോ? അല്ല പ്രാങ്ക് അല്ലല്ല. രജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷൻ അല്ലേ? അവനെ ഒരു പ്രാങ്ക് എന്റെ കഴിഞ്ഞിരിക്കണോണ്ടേ ഇത് പ്രാങ്കാന്ന് ചിന്തിരിക്കണാണ്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. റേസ് ചെയ്യിച്ച ഇഷ്ടായ? എന്റെ പൊന്നെ പറയ് ഏതാടുത്തിരിക്കണേ? ഏതാണെന്ന് നിനക്ക് ആദ്യമായിട്ട് അവൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവന് കൊടുക്കണ ഗിഫ്റ്റ്. അവൻ അടുത്ത കോയമ്പത്തൂർ പോണതിന് മുന്നേ പറയ് ഉറക്കം. നീ പറയ്. സ്പീഡ്. എന്റെ പൊന്നോ
എനിക്ക് അപ്പനെ കിളി വന്നിട്ടില്ല. വാ വായോ വായോ എന്റെ കണ്ണേ അയ്യോ ഞാൻ ഇത് പെട്രോൾ ഓഫാണ്. ഓക്കെ ഇഷ്ടായ ഇഷ്ടായ ആ കീ മേടിച്ചോ, പ്രാർത്ഥിച്ചിട്ട് മേടിക്കും. നിനക്ക് ഇനി എന്തൊക്കെ ഡൗട്ട് ഇതിനെ പറ്റി പിന്നെ എക്സൈറ്റ്മെന്റ് കൊണ്ട് നീ ചോദിച്ചോ നേരിട്ട്. ഇതുള്ളതാണോ? നീ അന്ന് രാഹുലേട്ടന്റെ ഒക്കെ കഴിച്ചു കൊടുത്തത് ഞങ്ങൾ കാണിച്ചു കൊടുത്തത് ഈ ചേട്ടനാണ്. നീ ചോദിച്ചോ. തൻസീർ മീറ്ററോ പറഞ്ഞു കൊടുത്തോ? ഓ ഓ ഹൈ ബട്ടൺ ഇത് ട്രിപ്പ് വേണം. ഓക്കെ. അത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇത് സീറോ റീസെറ്റ് ആവും. ഓ അത് എന്താണ് ചെയ്യുക? നമുക്കിപ്പോൾ ട്രിപ്പ് ഇട്ടിട്ട് ഫസ്റ്റ് പെട്രോൾ ഒക്കെ അടിച്ചിട്ടോ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ട്രിപ്പ് വന്നിട്ട് കഴിഞ്ഞാൽ സീറോ ചെയ്യാൻ വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കാം. ആട്ടിച്ചിരിക്കി അടിച്ച് അടിച്ച് ചാറ്റപ്പോണ്ടേ അമ്പോ ഞാന് അടിച്ച് വണ്ടി വെച്ചാ പിടിച്ച് പിടിച്ച് ചിരി. യെസ് വാവ് പിടിച്ച് പിടിപ്പിച്ച് വാവ് അമ്പോ അടിച്ച് സ്റ്റാർട്ടാക്കണം. സ്റ്റാർട്ടാക്കിയ നാണക്കാളുക സൗണ്ട് എങ്ങനെയുണ്ടപ്പോ? ഞാനും ഇരിക്കട്ടെ, ഞാനൊന്നും ഇരിക്കട്ടെ. എനിക്ക് കാലത്താവോ ഞാൻ ബൈക്ക് ഓടിക്കുന്നതാട്ടാ. ഞാൻ തിരിച്ചു പോയിട്ടുള്ളല്ലേ. എനിക്ക് ഇതുമ്മ കാലത്തു ആണം കെടുത്തല്ലേ ചവിട്ടി. ഞാൻ വെറുതെ വീഡിയോ ഇതെടുത്ത് വരേണ്ട ഒരു വീഡിയോ ഉണ്ട്, നോക്കിക്കോ. ആ വിടിച്ചു കാല് വെച്ചാ മതില്ല. ഓക്കെ സെറ്റല്ലേ? ഞാനും ആ ഇച്ചി 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 ഇതുമ്മ ഞാനിരുന്നൊരു പോക്ക് പോവും. അല്ല വരാൻ എന്തോ എങ്ങനെയുണ്ട് കളറ്? രജിസ്ട്രേഷൻ ഇന്ന് തീരുമെന്നായിരുന്നു.
സെറ്റ്. നമ്മളെ കൺസിഡർ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്തെ ട്രയംഫിൽ, അതായത് കൈമനം ജംഗ്ഷനത്തെ ട്രയംഫിൽ വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസിഡറിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഹെൽമെറ്റും കൂടി തരുന്നുണ്ട്. അതെ ഗൈസ്, ബോണറിൽ ഇവിടെ കിടക്കുന്നുണ്ട് എൻ്റെ ട്രയംഫിൻ്റെ ഡ്രീം ബൈക്ക്. ഒരു ബോണർ T120 ഗൈസ്, സർവീസിന് കൊണ്ടുവന്ന വണ്ടിയാ. എൻ്റെ പൊന്നെ, പഴയ മോഡല്. മറ്റേ V2 അല്ലേ രണ്ട് സൈഡിൽ? അങ്ങനെ എന്തല്ലോ പറയാ. ഓ അതെ, എൻജിൻ കുറച്ച് സഫിസ്റ്റിക്കേറ്റഡ് എൻജിനാണ് ഗൈസ്. ഈ സ്ഥലം കണ്ട സ്വർഗം. നല്ല അപ്ഗ്രേഡ് ആണ്. നമ്മളൊക്കെ സ്പ്ലെൻഡറിലും പാഷനിലും തുടങ്ങിയത്. ചെറിയ 100cc അവര് 400, അതാണ് അടുത്ത 1200 ഇതിന് പോകുന്നത്. പിന്നല്ല. അപ്പോ കിടക്കണ മുതല് കണ്ട, കിടക്കണ മുതലല്ല, ഇരിക്കണ മുതല്. മോനെ, ആ ക്രാബ് റൈഡ് അതാണ്. അത് മറ്റേ വെക്കണ അല്ലല്ല, അത് നമ്മൾ ഊരിയതാ. ബാക്കിൽ നമ്മൾ അങ്ങനത്തെ ആയിരുന്നു. അത് ഊരിട്ടാ നമ്മളിപ്പോ ലഗേജിന്റെ ആക്കിയത്. അത് കുഴപ്പമില്ല, അത് തന്നോ, അത് നമ്മുടെ കയ്യിൽ വെക്കണം. ആവശ്യമുണ്ട്. ഇൻ കേസ് നമുക്ക് അപ്പൊ ഗായ്സ്, പൊന്നു പോവാണ്. ഞാനും അപ്പൂസും ബൈക്കിൽ വരാന്ന് വെച്ചു. ആദ്യം സമ്മതിക്കുന്നില്ല. അപ്പൊ ആദ്യം പൊന്നു ഇരിക്കാന്ന് വെച്ചാണ്. പക്ഷെ ആദ്യം സമ്മതിക്കാത്ത കാരണം അപ്പൂസും കയറാന്ന് വെച്ചു. അപ്പൊ നമ്മുടെ അനീഷ് ഭയ്യയുടെ കാർ എടുക്കും. അതെ, അപ്പൊ ഞങ്ങൾ അതിൽ കയറ്റാം, അല്ലെങ്കിൽ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. പിന്നെ ഹെൽമെറ്റ് പറയണ അവരിപ്പോ ഹെൽമെറ്റ് കൊടുക്കണം നിർബന്ധമാണ്. ലൈസ് മേടിച്ചരാം പൊന്നോ, ലൈസ് മേടിച്ചരാം, ജ്യൂസും മേടിച്ചരും കേട്ടാ. നിങ്ങൾക്ക് വണ്ടി കിട്ടാ പൊന്നോ. കടക്കുക പാടി യോ ഗൈസ്, ഞങ്ങളിത് ഇപ്പൊ പെട്രോൾ അടിക്കാൻ വന്നിട്ടാണ്. നമ്മള് ഷോറൂമിൽ നിന്ന് ഇറക്കി. എൻ്റെ പൊന്നെ, ഞാൻ സത്യം പറഞ്ഞ വീഡിയോ എനിക്ക് വണ്ടി പോകുമ്പോൾ എടുക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമത്തെ കാര്യം മൈക്കും ഫോണും പിടിച്ചാണ് ഞാൻ പോണത്. രണ്ടാമത്തെ കാര്യം വണ്ടി പറക്കാണ്, ലിറ്ററലി പറക്കാണ്. ഇതല്ലാണ്ട് അപ്പൊ നീ പറയേ ഓടിക്കണ ഞാൻ എൻജോയ് ചെയ്യാൻ വണ്ടിയുടെ സൗണ്ട്.
ആ അത് എന്റെ മോനെ എടുക്കലുണ്ടല്ലോ ഗൈസ്, സീൻ. വണ്ടി നേരത്തെ അപ്പ ഒന്ന് എടുത്തു. ഞാൻ എനിക്ക് വീഡിയോ കാരണം ഞാനിപ്പോ അപ്പോട് പറഞ്ഞു ഞാൻ പോകുന്നു, കാരണം എനിക്ക് അത്ര ബാക്കിലേക്ക് ഞാൻ വിളിച്ചു തുടങ്ങി. പക്ഷെ എന്റെ പൊന്നു മോനെ എന്തുള്ള സാധനം ഇഷ്ടായ കേൾക്കാൻ. നല്ല പറഞ്ഞു എനിക്ക് ബാക്കിലിരിക്കാൻ പറ്റില്ല. അപ്പൊ പൊന്നും അനീഷാങ്ങളും കൂടി കാറില് ആദ്യം കൂടി പോയിട്ടുണ്ട്. കാരണം പൊന്നു പറഞ്ഞ എന്നോട് ഇരിക്കാൻ, കാരണം അല്ലെങ്കിൽ ആദ്യം റെഡി ആവില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് അപ്പം ഇങ്ങനെ കിട്ടി അല്ല അല്ലേ? പൊന്നിനും കൂടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ഡ്രൈവ് ഗൈസ്, എൻ്റെ പൊന്നു ഗൈസ്, ഈ മോനെ എനിക്ക് സീരിയസ്ലി ഐ എം സോ സോറി, എനിക്കത് എടുക്കാൻ പറ്റൂല. കാരണം ഹൈവേയിൽ ഇപ്പൊ ഞങ്ങൾ 6th ഗിയറിൽ എത്ര സ്പീഡപ്പം മാക്സിമം നമ്മളിപ്പോ വന്നത് 110 ഇപ്പൊ വന്നു. അയ്യോ എയറില്ലേ എന്നെ പിടിച്ച് വലിക്കുക. എനിക്ക് ക്യാമറ അത് കാരണം ഞാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം പോയത് തീർന്നു. അപ്പനൊന്ന് കാണിച്ചു, അപ്പന് ഇഷ്ടമുള്ള ബൈക്ക്. അപ്പൊ അതൊന്ന് അപ്പനൊന്ന് ഓ പൊന്നു മക്കളെ, സാധനം എന്റെ പൊന്നോ. കമ്പനിയുടെ ബൈക്ക് നീ പറഞ്ഞ നിനക്കെന്നെ പറയാനുള്ള എനിക്കെന്താ പറയാനുള്ള, എനിക്ക് വാക്കുകളില്ല. അമേസിങ് ഗൈസ്, നമ്മുടെ പുതിയ അതിഥി, നമ്മുടെ പുതിയ ഫാമിലി മെമ്പർ അപ്പൂസിന്റെ ട്രയംഫ് സ്പീഡ് 40 എടുക്ക്. അപ്പോ അതിനടുത്തതായി വണ്ടി എടുക്കുന്നത് അപ്പൂസ്. ഇല്ല എടുക്കറാ, എടുക്ക്. എന്ത് വണ്ടി പറഞ്ഞ എടുക്ക്. ഏതാണ്ടോ അതുകൊണ്ടോ എന്താ രാത്രി അടിക്കാനോ? സീരിയസ്ലി എനിക്ക് പേടി. സ്പീഡ് ഈ സാധനം. ഓ അത് വേണ്ട. പതുക്കെ നമുക്ക് പിച്ച വെച്ച് ഫസ്റ്റില് സെക്കൻഡിലൊക്കെ ഇട്ട് രാത്രി നമ്മളെ വഴിക്കൂടെ ഓടിച്ചിട്ട് പിന്നെ നമുക്ക് തേർഡിലേക്ക് ആലോചിക്കാം അല്ലേ? നമ്മൾ വീട്ടിൽ പോട്ടെ. ഇത് കൊടുക്കാൻ പറ്റില്ല, സ്പീഡിലാണ് പോകണേ. ഞങ്ങളെ ചായക്കടയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചെക്കൻ്റെ കിള്ളി പറയുന്നുണ്ട്. ആ ഹൈവേയിൽ വെച്ച് പറഞ്ഞത് എന്റെ പൊന്നോ, പറയണ അത് വല്ലാത്തൊരു പറപ്പിക്കലായിരുന്നു. നീ എന്താ കഴിക്കണേ? പാട്ട് സമ്മതിക്കണ്ട. നിങ്ങൾ പോവാ കേട്ടാ, അതല്ല വീട്ടിലെത്തിട്ട് ഇവിടന്ന് ഇവനും അവനും കൂടി വരാം. ലൈസൻസിന്റെ അല്ല, ടെസ്റ്റ് എന്റെ ഡേറ്റ് 24 സെപ്റ്റംബറാണ്. അത് ഞാൻ നേരത്തെ RTO പുതിയത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ആക്കാൻ വേണ്ടി അപേക്ഷിക്കാൻ പോവാ. ഇത്ര നാള് റെഡി ആയിട്ടാവില്ല. അപ്പു നോക്കണേ എക്സ്പീരിയൻസ് കിട്ടില്ല. എന്തൊരു വണ്ടി, എന്തൊരു സാധനം. സോ താങ്ക്സ് എല്ലാം ഞാൻ അന്ന് പറഞ്ഞില്ലേ, അപ്പു ബാക്കിൽ ഇരുന്നിട്ട് പറയാത്ത ഫുഡ് വാങ്ങിച്ചാൽ വിചാരിച്ച ഫുള്ള് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അടുത്ത് ഏത് സാധനം എന്നുള്ളത്, കളറും യോ ഗൈസ്. അപ്പൊ നമ്മളിനി അനീഷങ്ങളും ഞാനും കൂടി നമ്മുടെ കിടീനെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പ്ലാനാണ്. അപ്പോൾ അതുവരെ അനീഷങ്ങളും ഞാനും കൂടി ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അയ്യോ എൻ്റെ പൊന്നെ, പോലാമ പൊളി.
പറഞ്ഞേ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഓൺ റോഡ് പോയി എക്സ്പീരിയൻസ്ഡ് ഒക്കെ ആയിട്ട് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പറയേ എങ്ങനെ ഉണ്ടായിരുന്നു? രക്ഷയില്ലല്ലേ? നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചപ്പോ അവളെ എല്ലാവരും അതുമ്പോ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് മനസ്സിലായി നമുക്ക് അല്ലെ? അപ്പൊ ഇഷ്ടായി. അപ്പൊ ഞാൻ ഇപ്പോഴും പറഞ്ഞു. പക്ഷെ അനീഷങ്ങള് ആറില് പോയില്ല കേട്ടോ. കാരണം ഞാൻ കൈ കൊടുത്ത് വിട്ടില്ല, അധികം അങ്ങനെ കൈ കൊടുത്ത് വിട്ടില്ല. ഹായ് ഗൈസ്, ഇവര് രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തു കേട്ടാ, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ നാളെ ഈ പുറകിലത്തെ ഹെൽമെറ്റ് കൊടുക്കാൻ ഞങ്ങൾ രണ്ടാളും പോവില്ലേ? പിന്നെ നമ്മൾക്ക് ബൈക്കിൽ മാത്രമായിട്ടേ രണ്ട് ബൈക്കിലായിട്ട് എവിടെങ്കിലും പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലം പ്രേതങ്ങളുടെ കഥ മാത്രം പറയാനുള്ള ഞാൻ ചേട്ടാ സന്തോഷിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് ബൈക്കിൽ പോണം. നിങ്ങൾ രണ്ടാളും ഒരു ബൈക്കിലിരിക്കാം, ഞങ്ങൾ രണ്ടാളും ഒരു അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഞങ്ങൾ മൂന്നാളിരിക്കാം. അവൻ വരൂ? അങ്ങനെയാണെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ആഴ്ച പോയാലോ? എവിടെ ഇരിക്കണെന്ന് ഫ്രണ്ടിലിരിക്കണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, എന്റെ ഇരിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ദൂരമല്ല ഉദ്ദേശിക്കണേ. പോവാം, പോയി എൻജോയ് ചെയ്തിട്ട് ഞാനത് കാരണം അതിന്റെ ഒരു ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അത് കണ്ടിട്ട് ഞാൻ പക്ഷേ ഈ സാധനം അവിടെ ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോൾ കാണിക്കാതെ. ഞങ്ങളിപ്പോൾ ഓൾറെഡി ചില്ലീസിലാണ് നമ്മളുടെ, ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് തവണ ഫുഡൊക്കെ മേടിക്കാറ്. അവിടെ ഫുള്ള് തിരക്കാവാറ്, എപ്പോഴും തിരക്കായിരിക്കും ഇവിടെ. നല്ല കിടിലം ഫുഡ് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ പെരി പെരി മന്തിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത് അല്ലേ? തൊട്ടപ്പുറത്തൊരു ഹോണ്ടയുടെ ഷോറൂം അവിടെ എന്റെ ഹൈലൈറ്റ്സ് ഇൻസ്റ്റൻസോ എന്റെ ഫ്രണ്ട്സിനെ അറിയാം. ഒരു കൂട്ടുകാരന്റെ ഇക്കാന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി മസ്താങ്ങിന്റെ ഷെൽബി ഷോറൂം എഡിഷൻ ഓപ്പൺ. അത് ശ്രീധരൻ തരാൻ കഴിവുള്ള ഏതെങ്കിലും പെൺകുട്ടികളെ മാത്രമേ ഞങ്ങൾ ഇവിടെ ആലോചിക്കുകയുള്ളൂ. അതെ അതെ, അതും ഒരു ഒട്ടകവും. ട്രൈംഫിന്റെ ഒരു കൂട്ടം വേദനിക്കുന്ന കോടീശ്വരൻ. അമ്മോ, അപ്പൊ ഞങ്ങള് സ്പീഡ് ബോട്ടുള്ളത് നമുക്ക് മാത്രം. ഇവന്റെ റിയൽ റിയാക്ഷൻസ് കണ്ടു കഴിഞ്ഞാല് കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴേ ഒന്ന് കാണാനല്ലോ, കുറെ നേരം കണ്ണടച്ചിരിക്കില്ല. വരാൻ കുറച്ച് സമയം എടുത്തു, നേരം വെളുത്ത് വരാൻ അവൻ തിരിഞ്ഞു നോക്കി. അവൻ വിചാരിച്ചു അടുത്ത പ്രാങ്കാന്ന്, കാരണം നിങ്ങൾ കൂടി ഉണ്ടല്ലോ. ആകെ മൊത്തം ചീത്തപ്പേരാണ് നമുക്കല്ലേ. താങ്കള് കൂടി ഉണ്ടോ ഗൈസ്? വേറൊരു കാര്യം, ഞങ്ങളെ കാറിലിരിക്കുമ്പോ വേറൊരു സാധനം കൂടി എന്താ പറയും, പൊന്നു പേടിക്കോ ഇതിന്റെ ഇടയിൽ എന്നെ. അപ്പൊ എനിക്ക് പേടി, ഇവരെല്ലാവരും ടീമായിട്ട് എന്നെ പ്രാങ്ക വീണ്ടും കൊണ്ടുപോകണമെന്ന എനിക്ക് പേടി. എന്നെ കണ്ടു നിന്നോട് ഒരു പറഞ്ഞ് നീയും കൂടി ചേർന്നിട്ടാണ് എനിക്കിപ്പോ പേടി. കണ്ണ് മഞ്ഞളിച്ചു, അവന് മങ്ങിയിട്ട് കാണാനില്ല. അവ ആദ്യം ഇങ്ങനെ കാണിക്കണ്ടായിരുന്നു, കണ്ണ് കുറെ നേരമായില്ലേ നമ്മള് കെട്ടിയിട്ട്. ഇപ്പൊ എനിക്ക് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാൻ പറയാൻ പറ്റത്തില്ല, അതൊക്കെ ഞങ്ങളുടെ മൂഡ് പോലെ ഇരിക്കും അല്ലേ. നമുക്ക് വേറെ ആരാണെങ്കിൽ പ്രാങ്ക ഞാൻ കൂടാക്കാം. അങ്ങനെ അങ്ങനെ പറയണ്ടേ. ഹാപ്പി ബർത്ത്ഡേ അതേപോലെ അത് കണ്ടിട്ടില്ലേ കരിക്കിൻ്റെത് ഞാൻ കണ്ടില്ലേ? ജന്മദിനേഷ് അത് അതേപോലെ വെല്ലുവിളിക്കുന്ന, എന്റെ നേർക്ക് നിന്ന് വെല്ലുവിളിക്കുന്ന ആരെയും ഞാനങ്ങനെ വിടാറില്ല. ഇതുവരെ നിന്നെ പരിഗണനയിലില്ലായിരുന്നു, എന്നാ ഇപ്പൊ സൂപ്പറായി ഓർമ്മപ്പെടുത്തി കൊടുത്തു. ഞാൻ ഓരോ നിമിഷവും ഇവരെ ഒരുമിച്ച് കണ്ട ആ നിമിഷങ്ങള് ഓഫീസിൽ ഒരുമിച്ചാണ്, എന്നാലും ഒരുമിച്ചല്ലാണ്ട് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പം എന്തോ മണക്കും. ഞാൻ പേടിച്ചു ഞാൻ ഇരിയാവും. അപ്പൊ എന്തായാലും ഞങ്ങള് പെരി വരുമ്പോ കാണിച്ചു തരാടാ.
അപ്പയുടെ അപ്പ ഏറ്റവും സംസാരിക്കുന്നത് ഭാര്യ പൊന്നില്ലാട്ടോ. കാരണം ഭാര്യനെ കാണുന്നത് രാത്രി 2:30 3 മണിക്കാ. 2:30 3 മണിക്ക് ആ ഞാൻ സമയത്ത് നാളെ ഇവിടെ കളിയേക്ക് വിളിച്ചു. പൊന്നിനത് പറഞ്ഞത് ചെറിയ ദേഷ്യം ദേഷ്യല്ല ജലസ് എനിക്ക് കിട്ടാനുള്ള വർത്താനം പറയാം. ഞാൻ നാളെ വിളിച്ചു കോള് വന്നപ്പോ തന്റെ ഭാര്യയാണല്ലേ ചോദിച്ചു. കളിയാക്കിട്ട് നീ അവന്റെ ഒപ്പം കണ്ടുപിടിച്ചു. ഇല്ല ഞങ്ങളിപ്പോ സംസാരിച്ചു. എനിക്ക് നമ്മളൊരുമിച്ച് ടൈമിൽ കിട്ടുന്നില്ല. നമുക്ക് ചേട്ടൻ വരണ്ട പ്രസാദ നമുക്ക് തന്നേക്കണേ കേട്ടാ. കിട്ടില്ല പെരി പെരി ഗായ്സ്. അയ്യോ ഈ പെരി പെരി സാധനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചില്ലീസ് തന്നെയാണ്. ഞങ്ങള് ബിരിയാണി മേടിക്കുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ. ഇവിടത്തെ അടിപൊളിയാണ്. ഞാനും ഇവിടെ മേടിക്കുന്നു. പനീർ ബട്ടറും ചപ്പാത്തിയും നൂൽ പൊറോട്ടയും മേടിക്കുന്നത് ഞങ്ങളുടെ ഫുഡ് ഫാക്ടറിയിൽ നിന്നാണ്. എവിടത്തെ ഞങ്ങൾ നേരത്തെ വേറെ സ്ഥലത്ത് നിന്ന് പെരി പെരി മന്തി നല്ലതായിരുന്നു. പക്ഷെ പെരി പെരി വേറെ സ്ഥലത്ത് അത്ര ശരിയല്ലായിരുന്നു. എടുക്ക് അതെ കൂടുതലാണല്ലോ. എന്ത് എടോ നിങ്ങൾ രണ്ടുപേരല്ലേ അത് ചെറിയ പീസ് അത് വേണം ഇത് വന്നിട്ട് ഇത് താൻ എടുത്തോ. ഞാൻ ഇത്രയും കഴിക്കത്തില്ല, ഇത് വലുതായിട്ട്. വിളമ്പി കൊടുക്കുന്നു. നല്ല പീസാണ്. അതെ ഗൈസ് അപ്പൊ ഞങ്ങൾ കഴിക്കട്ടാ. അങ്ങനെ പറഞ്ഞുകൂടാ. അങ്ങനെ വിളമ്പങ്ങട് ഇടങ്ങട് ആവി പറക്കണ ചൂടേറിയ ആവി. ഞങ്ങൾ കഴിച്ചിട്ട് കഥ പറഞ്ഞുതരാം.